ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോണത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കിയിട്ട് മാറ്റുക. അതായത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയിട്ട് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് മാറ്റുക എന്നുള്ള ഒരു ചെറിയ പോർഷനാണ് നോക്കുന്നത്. നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കൊടുക്കുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെയാണ്. ക്രാഷ് കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ഒരു ബാച്ച് ഓൾറെഡി നമ്മുടെ ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് തുടങ്ങുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് വെച്ചോളൂ കേട്ടോ. റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്താണ്? ഇത് നമ്മൾ പഠിച്ചതാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലുള്ളത്. ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൽ വരുന്നത്. വിച്ച്, വാട്ട്, ഹൂം, ഊസ് എന്നൊക്കെ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് ഉണ്ടല്ലോ, സിംപ്ലി ക്വസ്റ്റ്യൻസ്, അതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത്. ഇനി അതിൽ നോക്കിയേ, വൈൽ ക്വസ്റ്റ്യൻസ് ആർ ചേഞ്ച്ഡ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ദി ഫോളോയിങ് റിപ്പോർട്ടിംഗ് വെർബ് ഷുഡ് ബി യൂസ്ഡ്. അതായത് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മാറണ സമയത്ത് ഏതൊക്കെ വെർബ് നമുക്ക് ഉപയോഗിക്കാം? ആസ്ക്ഡ്, ഡിമാൻഡഡ്, എൻക്വയർഡ്, വാണ്ടഡ് ടു നോ. ഈ രീതിയിലുള്ള വെർബെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആവണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയണത്. ഓക്കെ, വൈൽ റിപ്പോർട്ടിംഗ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് സബ്ജക്റ്റ് പ്ലസ് വേർഡ് ഓർഡർ ഷുഡ് ബി ഫോളോഡ്. വൈൽ റിപ്പോർട്ടിംഗ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് സബ്ജക്റ്റ് പ്ലസ് വേർഡ് ഓർഡർ, സബ്ജക്റ്റിൻ്റെ കൂടെ എന്താണ് വേർഡ് ഓർഡർ എന്നുള്ള രീതിയിലാണ് അത് എഴുതേണ്ടതായിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ, എക്സാമ്പിൾ നോക്കാം. ഇനി രണ്ടാമത്തെ റൂൾ നോക്കിയേ, ഇഫ് ദി ക്വസ്റ്റ്യൻ ബിഗിൻസ് വിത്ത് question words like who, whom, whose, what, which, why, then, where and how, no connective used to with reported speech, reporting verb. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അതാണ് 99% എന്ന് പറഞ്ഞത്. ബാക്കി 1% ഈ ഒരു ഇൻട്രോഗേറ്റീവ് പാർട്ടിലാണ് വരുന്നത്. അതായത് ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ചായിട്ട് എഴുതുന്ന സമയത്ത്, റിപ്പോർട്ടഡ് സ്പീച്ചായിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ദാറ്റ് എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോ കണക്റ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കണക്റ്റീവ് ഏതായിരുന്നു? ദാറ്റ് എന്നുള്ളതായിരുന്നു, രണ്ടിനും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കണക്റ്റീവിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്, നോ കണക്റ്റീവ് എന്നാണ് പറയുന്നത്. നോക്കിയേ, ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് അതിൽ നിന്നും ചേഞ്ച് ആവണം ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ. രണ്ടാമത്തെ കാര്യം എക്സാമ്പിൾ നോക്കിയേ, റോയ് സെഡ് ടു പ്രിയ വെർ ആർ യു സ്റ്റഡിങ്. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ മാർക്ക് കളഞ്ഞു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒഴിവാക്കി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഡയറക്റ്റ് സ്പീച്ചാണ്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന സമയത്ത് റോയ് ആസ്ക്ഡ് പ്രിയ, അവിടെ ദാറ്റ് വരണോ? വേണ്ട. കാരണം എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ വേർഡായിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന സമയത്ത് നമ്മൾ കണക്റ്റീവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കണക്റ്റീവ് എന്താണ്? ദാറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, റോയ് ആസ്ക്ഡ് ദാറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന്. റോയ് ആസ്ക്ഡ് പ്രിയ, അവിടെ നേരെ ആ ഒരു കണക്റ്റീവ് ഇല്ലാതെ നേരെ അടുത്ത ആൾ വന്നു അല്ലേ, ആ ഒരു കണക്റ്റീവിൻ്റെ ആവശ്യം ക്വസ്റ്റ്യൻ വേർഡ്സിലില്ല. ദെൻ ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ നോക്കി, സുധി സെഡ് ഡിഡ് യു വാച്ച് ദാറ്റ് മൂവി, രഞ്ജിത്ത് സെഡ് യെസ്. ഇതൊരു ഡയറക്റ്റ് സ്പീച്ചാണ്. ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന സമയത്ത് സുധി ആസ്ക്ഡ് രഞ്ജിത്ത് whether he had watched that movie and Ranjit said that he did. അതായത് ഇവിടെ ചോദ്യത്തിൻ്റെ ആ ഒരു പാർട്ട് നോക്കി, അതായത് ഡിഡ് യു വാച്ച് ദാറ്റ് മൂവി എന്നുള്ളത് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്ന സമയത്ത് നമ്മൾ ദാറ്റ് ചേർക്കണോ? വേണ്ട. അവിടെ ദാറ്റ് ചേർത്തിട്ടുണ്ടോ? ഇല്ല. സുധി ആസ്ക്ഡ് ദാറ്റ് എന്നുള്ളത് വന്നിട്ടില്ല. സുധി ആസ്ക്ഡ് രഞ്ജിത്താണ് ഡയറക്റ്റ് ആയിട്ട് കയറി വന്നത്, ദാറ്റ് എന്നുള്ളൊരു വാക്കില്ലാതെ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാർട്ടിൽ നമ്മൾ ദാറ്റ് ചേർക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് വാച്ച്ഡ് ദാറ്റ് മൂവി ആൻഡ് എന്നുള്ളത് അവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? രണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റാൾ ആൻസർ പറയും. അപ്പോൾ അതായത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു ആൻഡ് രഞ്ജിത്ത് സെഡ് ദാറ്റ് ഹി ഡിഡ്. അവിടെ എന്തുകൊണ്ടാണ് ദാറ്റ് വന്നത്? അത് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രഞ്ജിത്ത് സെഡ് എന്ന് പറഞ്ഞിട്ടാണ് യെസ് എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ അല്ലല്ലോ, രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള മറുപടിയാണ്, അതൊരു ക്വസ്റ്റ്യൻ അല്ല, ആൻസറാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് എന്നുള്ളത് കൊണ്ടുവയ്ക്കണം. ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിലാണ് ദാറ്റ് എന്നുള്ളത് വെക്കാൻ പാടില്ലാത്തത്. ബാക്കി എല്ലാത്തിലും നമ്മൾ എന്ത് വെക്കണം? ദാറ്റ് എന്നുള്ളത് കണക്റ്റീവായിട്ട് കൊണ്ടുവയ്ക്കണം. അപ്പോൾ രഞ്ജിത്ത് സെഡ് ദാറ്റ് ഹി ഡിഡ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? യെസ് എന്നുള്ള ഉത്തരം വന്നതുകൊണ്ടാണ് ഹി ഡിഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ചെയ്തു എന്നുള്ള രീതിയിൽ, യെസ് ആണ് എന്നുള്ള രീതിയിലാണ് ഡിഡ് എന്നുള്ളത് വന്നത്. ഇനി മിക്സ്ഡ് ടൈപ്പ് ആണെങ്കിൽ, മിക്സ്ഡ് ടൈപ്പ് എക്സാമ്പിൾ Sudhi said,
ഐ ആം റീഡിങ് എ നോവൽ, വാട്ട് ആർ യു ഡൂയിങ് നൗ? റിപ്പോർട്ട് ഡയറക്റ്റ് സ്പീച്ച്. ആ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്ന സമയത്ത് സുധി സെഡ് ദാറ്റ് ഹീ വാസ് റീഡിങ് എ നോവൽ. അതായത് സുധി സെഡ് ദാറ്റ്, അവിടെ ദാറ്റ് വരാൻ കാരണം എന്താണ്? സുധി പറഞ്ഞു ഐ ആം റീഡിങ് എ നോവൽ, ഞാനൊരു നോവൽ വായിക്കുകയാണ്. അല്ല, നീ ഇപ്പം എന്ത് ചെയ്യണു? അപ്പോൾ നോവൽ വായിക്കുകയാണ് എന്നുള്ളത് അവിടുത്തെ എന്താണ്? ഒരു സെൻറ്റൻസ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ അല്ലല്ലോ. ഞാൻ നോവൽ വായിക്കുകയാണെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ അല്ല. രണ്ടാമത്തത് വരതാണ് ക്വസ്റ്റ്യൻ. അതായത് വാട്ട് ആർ യു ഡൂയിങ് നൗ, അത് അവിടെ രണ്ടാമത്തത് വരേണ്ടതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ ദാറ്റ് ചേർക്കേണ്ടാത്തത്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ചേർത്തിട്ട് വേണം പറയാൻ. ഓക്കെ, അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നാലും നമ്മൾ അതേ റൂള് തന്നെയാണ്. എപ്പോഴും നമ്മൾ ആലോചിച്ച് വെക്കേണ്ട റൂൾ എന്താണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്ന സമയത്ത് നമ്മൾ ദാറ്റ് ചേർക്കണ്ട. ബാക്കി എല്ലാത്തിലും ദാറ്റ് ചേർക്കണം. അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാഠം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ പോയിൻറ്റ്സും, ടെക്സ്റ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. നല്ലപോലെ പഠിക്കുക. ഇനി എക്സാമിന് അധികം ദിവസമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോയാലാണ് ഗ്രാമറൊക്കെ നമുക്ക് അത്രയും ഫെമിലിയർ ആവുള്ളൂ, വേർഡ്സും എക്സാമ്പിൾസും ഒക്കെ. ഇപ്പോൾ തന്നെ നല്ലപോലെ പഠിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് കേട്ടോ. താങ്ക് യു.